ടൈഗർ ടോപ്പിയിൽ എനിക്ക് തോന്നി ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ കടുവക്കുട്ടൻ. ആൾ നിസ്സാരക്കാരനല്ല കേട്ടോ. 500 ബാത്താണ് ഇവനൊന്ന് കൊഞ്ചിക്കുന്നവൻ അത്ര കംഫർട്ടൊന്നുമല്ല. ആൾ നൈസായിട്ട് ഓടിപ്പോവാൻ നോക്കുന്നുണ്ട്, എങ്കിലും പണി പാളുന്നുമുണ്ട്. ഇവനെപ്പോലെ വേറെയും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ക്യൂവിൽ. കുഞ്ഞന്മാർ മാത്രമല്ല, ബഡാ പാർട്ടികളും കൂട്ടരുണ്ട് കേട്ടോ. നെക്സ്റ്റാണ് നമ്മുടെ മെയിൻ. 500 ബാത്ത് കൊടുത്ത് ഇവൻ്റെ ഒപ്പം ഒരു ഫോട്ടോഷൂട്ടിന് വലിയൊരു ക്യൂ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ചാടിക്കയറിപ്പോയി. അപ്പം എൻ്റെ കെട്ടിന് ചോദിച്ചു, നിനക്ക് ഫോട്ടോ എടുക്കണമെന്ന്. എൻ്റെ മൈൻഡ് കാൽക്കുലേഷൻ വെച്ച് ഞാൻ പറഞ്ഞു, വേണ്ട, ആ കാശിന് എനിക്ക് എന്തെങ്കിലും പിന്നെ മേടിച്ചെന്നാൽ മതിയെന്ന്. അങ്ങനെ ടൈഗർ ഷോയും കഴിഞ്ഞ് നേരെ നമ്മൾ പട്ടായയിലോട്ട് ലാൻഡ് ചെയ്തു. നെക്സ്റ്റ് ഫേമസ് ആൽക്കസ് ഷോ ആണ്. ആൽക്കസ് ക്യാബ്ര ഷോ എന്നൊരു പേര് കൂടെ ഉണ്ട്. അടിപൊളി ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും ശരിക്കും ഇതിനെക്കുറിച്ച് ഒരു ചുക്ക് അറിയാതെയാണ് ഞാൻ ആ തിയേറ്ററിൽ പോയിരുന്നത്. ഇവരെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്നോ. എല്ലാവരും നല്ല ടയർഡായിരുന്നു, നല്ല ഉറക്കം വരുന്നുണ്ടായി. എന്നാലും ഷോ മുഴുവൻ ഞാൻ കണ്ണ് ചിമ്മാതെ കണ്ടെത്തും. ആക്ച്വലി ഞാനൊരു ഭംഗിയാണ് നോക്കിയിരുന്നത്. പല നേഷൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ ആർട്ടിസ്റ്റ് എല്ലാവരും കൂടെ പുറത്ത് വെൽപ്പുണ്ട്. അടുത്ത് പോയപ്പോഴേ ഇവരൊക്കെ ലേഡി ബോയാണ്. അതറിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കിളി പോയി. ഇവരോടൊപ്പമുള്ള ഫോട്ടോയ്ക്കും കൊടുക്കണം 100 ബാത്ത്. കാശിൻ്റെ കളിയാണ് മക്കളെ. ഒന്ന് കറങ്ങിയിട്ട് ഹോട്ടലിൽ കയറിക്കോളാന്ന് പറഞ്ഞ ഡ്രൈവറിന് ടാറ്റ കൊടുത്തു വിട്ടിരുന്ന കാരണം സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങി. ബാത്തിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞില്ലല്ലോ അല്ലേ. ഒരു ബാത്ത് 2.5 രൂപയാണ്. അതായത് 100 ബാത്ത് എന്ന് വെച്ചാൽ 250 രൂപ. ഈ കറങ്ങുന്ന ആരാന്ന് മനസ്സിലായോ? പിന്നെ അടുത്തുള്ള ടെർമിനൽ 21 എന്ന മോളിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി നേരെ പിന്നെ ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയിട്ട്